ഹലോ എവ്രിവൺ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രീലിംഗ്വിസ്റ്റിക് സ്കിൽസിനെ കുറിച്ചാണ്. എന്താണ് പ്രീലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും. പ്രീലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികളിൽ ഉണ്ടാവുന്ന കുറച്ച് ഘടകങ്ങളാണ്. അത് ബേസിക് ഫൗണ്ടേഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. പിന്നീടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐ കോണ്ടാക്ട്, ജോയിൻറ്റ് അറ്റൻഷൻ, പോയിൻറ്റിംഗ്, നെയിം കോൾ റെസ്പോൺസ്, ഇമിറ്റേഷൻ, ടേൺ ടേക്കിംഗ് ഇവയൊക്കെ പ്രീലിംഗ്വിസ്റ്റിക് സ്കിൽസിൽ വരുന്നതാണ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു കോൺവെർസേഷനിലാവുന്ന സമയത്ത് ഒരാളുടെ കണ്ണിൽ അല്ലെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കുന്നതൊക്കെ ഐ കോണ്ടാക്റ്റിൻ്റെ ഭാഗമാണ്. യൂഷ്വലി ഒരു 6 to 8 വീക്സ് ഒക്കെ ആകുമ്പോഴാണ് ഐ കോണ്ടാക്റ്റ് ഡെവലപ്പ് ചെയ്യാറ്. ഒരു വ്യക്തിയും മറ്റൊരാളും ഒരേ സമയം ഒരു കാര്യത്തോട് ശ്രദ്ധിക്കുന്ന എബിലിറ്റിയാണ് നമ്മൾ ജോയിൻറ്റ് അറ്റൻഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേറൊരു മാർഗമാണ് പോയിൻറ്റിങ്. യൂഷ്വലി അവരുടെ ഡിസൈഡ് നീഡ്സ് നമ്മളോട് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയൊക്കെ പോയിൻറ്റിങ് യൂസ് ചെയ്യുന്നു. നമ്മൾ കുട്ടികളെ വിളിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന എബിലിറ്റിയാണ് നെയിം കോൾ റെസ്പോൺസ്. യൂഷ്വലി ഒരു 4 to 5 months ഒക്കെ ആകുമ്പോൾ അവർ നമ്മളെ വിളിക്കുമ്പോൾ അത് കേട്ട് റെക്കഗ്നൈസ് ചെയ്ത് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നു. സംസാരിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ആക്ഷൻസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് നോൺ വെർബൽ ഇമിറ്റേഷൻ എന്നും പിന്നീട് സൗണ്ട്സ്, വേർഡ്സ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെ വെർബൽ ഇമിറ്റേഷൻ എന്നും പറയുന്നു. ഒരു പ്ലേ ആക്ടിവിറ്റി അല്ലെങ്കിൽ വോക്കലൈസേഷൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് ശേഷം മറ്റൊരാൾ പ്രവർത്തനങ്ങൾക്കോ ചോദ്യങ്ങൾക്കോ റെസ്പോണ്ട് ചെയ്യുന്ന എബിലിറ്റിയാണ് നമ്മൾ ടേൺ ടേക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് പ്രീലിംഗ്വിസ്റ്റിക് സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ്? വ്യക്തമായി ആശയങ്ങൾ മനസ്സിലാക്കുവാനും അത് പറയുവാനും, സോഷ്യൽ ഇൻറ്ററാക്ഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് വളർത്തുവാനും, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അതായത് ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വേണ്ടിയുമാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളിൽ ഇതൊക്കെ അച്ചീവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. താങ്ക് യു.